ഇപ്പോൾ ഇതിനകത്ത് ആം ആദ്മി പാർട്ടിക്ക് ഇത്തവണ ഭരണം നിലനിർത്താൻ എന്തുമാത്രം കഴിയുമെന്ന് വിചാരിക്കണം. ഡൽഹിക്കാരെ സംബന്ധിച്ച് ആം ആദ്മി പാർട്ടിയും BJP-യും ഒരുപോലെയുള്ള വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെക്കുന്നു. 12 ലക്ഷം വരെയുള്ളവർക്ക് ആദായ നികുതി ഇളവ് നൽകി കഴിഞ്ഞതിന് ശേഷം ആ നേട്ടം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇത്തവണ BJP ജനങ്ങളെ കാണുന്നത്. എന്ന് മാത്രമല്ല, കഴിഞ്ഞ ഒരു 2013 മുതൽ ഇങ്ങോട്ട് നിരന്തരമായി കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള സംഘർഷങ്ങളും അതുവഴി ഉണ്ടാകുന്ന ഭരണപരമായ പ്രശ്നങ്ങളും കണ്ടുകൊണ്ടാണ് അവരിക്കുന്നത്. ഇനിയിപ്പോൾ ആ സംഘർഷം വേണ്ട, രണ്ടും ഒരാൾ തന്നെ ഭരിക്കുക, ഒരു പാർട്ടി തന്നെ ഭരിക്കട്ടെ, എന്നിട്ട് ഈ അനിശ്ചിതത്വങ്ങളും അസ്വസ്ഥതകളും ഒഴിവാക്കി കുറച്ചൊരു ഹെൽത്തിയായ ഭരണം വരട്ടെ എന്നൊക്കെ ഡൽഹിക്കാർ ചിന്തിച്ചേക്കുമോ? ഈ ഡൽഹി സംസ്ഥാനം സംബന്ധിച്ച് നിഷാദ്, ഈ 7 സീറ്റിലും BJP ജയിപ്പിക്കുന്നു ലോക്സഭാ സീറ്റിൽ. അതേസമയം അസംബ്ലി സീറ്റിലേക്ക് ആം ആദ്മി പാർട്ടിയെ ഡൽഹിക്കാർ ജയിപ്പിക്കുന്നു. ആം ആദ്മി പാർട്ടി രൂപീകരിച്ചതിന് ശേഷം അവർ നേരിടുന്ന ഏറ്റവും കടുപ്പമേറിയ തെരഞ്ഞെടുപ്പായിരിക്കും ഇതെന്നാണ് ഉറപ്പാണ്. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഒരുതരം വോട്ടർ ഫാറ്റീഗ് സ്വാഭാവികമായിട്ടുണ്ടാവും. തുടർച്ചയായിട്ട് ആം ആദ്മി പാർട്ടി ജയിപ്പിക്കുന്നു എന്നുള്ള വോട്ടർ ഫാറ്റീഗ് സ്വാഭാവികമായിട്ടുണ്ടാവും. ഒരു പാർട്ടിക്കും ആ ഒരു വോട്ടർമാരുടെ മടുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു പ്രത്യയശാസ്ത്രം ഇല്ലായ്മ ആം ആദ്മി പാർട്ടിക്ക് ഒരു വെല്ലുവിളിയാണ്. ഒരു എന്താണ് പറയുക, വലത് ചായ്വ് പ്രകടിപ്പിക്കുന്നു ചില രാഷ്ട്രീയ വിഷയങ്ങളിൽ എന്നുള്ളതുകൊണ്ട് അതിലും മികച്ച വലത് ചായ്വ് പ്രകടിപ്പിക്കുന്നു BJP അപ്പുറം നിൽക്കുന്നു. ഇനി ഒരല്പം ഇടത് ചായ്വ് പ്രകടിപ്പിക്കുന്നു ആം ആദ്മി പാർട്ടി ക്ഷേമ പ്രവർത്തനങ്ങളിൽ എന്ന് പറയുമ്പോൾ കോൺഗ്രസ് അവിടെ മറ്റൊരു ആൾട്ടർനേറ്റീവ് ആയിട്ടുണ്ട്. ഇത് ഡൽഹിയുടെ മാത്രം പ്രശ്നമല്ല. ഇപ്പോൾ പഞ്ചാബിലേക്ക് നോക്കുക, പഞ്ചാബിലും ഇതേ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഇപ്പോൾ ഡൽഹിയിൽ ഈ തവണ തിരിച്ചു വരിക എന്നുള്ളത് ആം ആദ്മി പാർട്ടിയുടെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന് ആം ആദ്മി പാർട്ടി തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നോക്കൂ, SP അധ്യക്ഷൻ അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ളവർ വന്ന് ഒരു കാടിളക്കി പ്രചാരണം അവിടെ നടന്നിട്ടുണ്ട്. മാത്രമല്ല, അവിടെ BJP-യും ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള നേരിട്ടുള്ള ഫൈറ്റാണ് പ്രതീതി പ്രചാരണ രംഗത്ത് അവർ ഉണ്ടാക്കിയിട്ടുമുണ്ട്. പക്ഷേ ഈ നെക്ക് ടു നെക്ക് പോരാട്ടങ്ങളിൽ എങ്ങനെ ആം ആദ്മി പാർട്ടിക്ക് ജയിച്ചു കയറാൻ കഴിയുമെന്നൊരു ചോദ്യമുണ്ട്. കാരണം നെക്ക് ടു നെക്ക് പോരാട്ടങ്ങളിൽ ജയിക്കാൻ അപാരമായ സിദ്ധിയുള്ള ഒരു എതിരാളിയാണ് അവർക്ക് മുമ്പിലുള്ളത് BJP. അത്തരം പോരാട്ടങ്ങളിലെല്ലാം സമീപകാലത്ത് എല്ലാ അസംബ്ലി തെരഞ്ഞെടുപ്പുകളിലും BJP ജയിച്ചു കയറുന്ന സാധ്യതയുണ്ട്. അതും ചെറിയ ഭൂരിപക്ഷത്തിനാണെങ്കിലും ചില സീറ്റുകളിൽ അവർ ജയിച്ചു കയറാറുണ്ട്. അതുകൊണ്ട് പല ഘടകങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിലനിൽപ്പിൻ്റെ കാര്യത്തിൽ, അതുപോലെ ജനങ്ങളോട് പറയുന്ന കാര്യങ്ങളുടെ ഉറപ്പ്, അതിൻ്റെ കാര്യത്തിൽ ആ പാർട്ടിയുടെ നിലനിൽപ്പ്, ഭരണ തുടർച്ച, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ നിർണായകമായൊരു തിരഞ്ഞെടുപ്പാണ്. നമുക്ക് PR അരവിന്ദ് കൂടിയുണ്ട് ആം ആദ്മി പാർട്ടി ഓഫീസിൽ നിന്ന്. അരവിന്ദ് കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ എത്രമാത്രം വിശ്വാസത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ? അജിംസ, എക്സിറ്റ് പോൾ ഫലങ്ങൾ പൂർണ്ണമായും എതിരാകുമ്പോഴും ആം ആദ്മി പാർട്ടിയുടെ ആത്മവിശ്വാസം പോയിട്ടില്ല എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. കാരണം ഇപ്പോൾ ആം ആദ്മി പാർട്ടി ഓഫീസിൽ ഇതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ വിജയിച്ചു കഴിഞ്ഞാൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുവാൻ വേണ്ടിയുള്ള സ്റ്റേജ് ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിലും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെ ആം ആദ്മി പാർട്ടി പോകുന്നു. എക്സിറ്റ് പോൾ ഫലങ്ങൾ എതിരാകുമ്പോഴും ആം ആദ്മി പാർട്ടി പറയുന്നത് ഇത്തരത്തിൽ തങ്ങൾ ചെയ്ത ജനസേവന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുന്നിലുണ്ട്. അഴിമതികൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ BJP ഉയർത്തുമ്പോഴും BJP ഒട്ടും പ്രതീക്ഷയില്ല. ഈ ഏജൻസികളെല്ലാം ഇത്തരത്തിൽ കൃത്രിമത്തിലൂടെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ നിർമ്മിച്ചതെന്നാണ് പ്രധാനമായും ആം ആദ്മി പാർട്ടി ആരോപിക്കുന്നത്. എന്തായാലും നമുക്കറിയാം, കഴിഞ്ഞ ഒരു മാസത്തിനിടെ നടന്ന പ്രചാരണങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. വാശിയേറിയ പ്രചാരണം ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. കൃത്യമായി വാഗ്ദാനങ്ങളടക്കം നൽകിക്കൊണ്ടായിരുന്നു ആം ആദ്മി പാർട്ടി ആ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. 2100 രൂപ പ്രതിമാസം സ്ത്രീകൾക്ക് നൽകുന്ന പദ്ധതി ആം ആദ്മി പാർട്ടി പ്രഖ്യാപിക്കുന്നു. ഇതിന് ബദലായാണ് BJP-യും അതുപോലെ തന്നെ കോൺഗ്രസും പ്രതിമാസം 2500 രൂപ സ്ത്രീകൾക്ക് പ്രഖ്യാപിക്കുന്നത്. എന്തായാലും ആ തങ്ങൾ പ്രഖ്യാപിച്ച പദ്ധതികൾക്ക് മുകളിൽ BJP പ്രഖ്യാപിക്കുന്നു. പക്ഷേ ഡൽഹിക്ക് വേണ്ടി കൃത്യമായ ഒരു പദ്ധതി BJP-ക്കും കോൺഗ്രസിനും ഇല്ല എന്ന് തന്നെയാണ് ആം ആദ്മി പാർട്ടി ആരോപിക്കുന്നത്. ഇതുകൂടാതെ പ്രധാനപ്പെട്ട ആം ആദ്മി പാർട്ടിയുടെ ആരോപണം എന്ന് പറയുന്നത് ഇത് വോട്ടിന് പണം വിതരണം ചെയ്തു. അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ആം ആദ്മി പാർട്ടി BJP-ക്കെതിരെ ഉയർത്തിയിരുന്നു. പക്ഷേ നമ്മൾ കഴിഞ്ഞ എക്സിറ്റ് സർവേ ഫലങ്ങളെല്ലാം കണ്ടതാണ്. അതിൽ ആക്സിസ് ഇന്ത്യയുടെ സർവേ ഫലത്തിൽ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. BJP അധികാരം പിടിക്കുമെന്ന് പറയുമ്പോഴും ആരായിരിക്കണം ഡൽഹി മുഖ്യമന്ത്രി എന്നൊരു കാര്യത്തിൽ കൂടി അവർ സർവേ നടത്തിയിരുന്നു. അതിൽ 33% പേരും അരവിന്ദ് കെജ്രിവാൾ തന്നെ ഡൽഹിയിൽ മുഖ്യമന്ത്രിയെ മടങ്ങിയെത്തണമെന്നൊരു അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് തന്നെയാണ് മറ്റ് 2 പാർട്ടികളെ മലട്ടുന്നത്. കൃത്യമായൊരു മുഖ്യമന്ത്രി ആരെന്ന് ഉയർത്തി കാണിക്കുവാൻ 2 പാർട്ടികൾക്കും മുന്നിലില്ല. എന്തായാലും എക്സിറ്റ് പോൾ ഫലങ്ങൾ നമ്മൾ മുമ്പ് ഹരിയാനയിലും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെല്ലാം എക്സിറ്റ് പോൾ ഫലങ്ങൾ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങൾ എത്രത്തോളം വിശ്വസിക്കാൻ സാധിക്കുമെന്നതും പ്രധാന ചോദ്യമായി തന്നെയാണ് ആം ആദ്മി പാർട്ടി ഉയർത്തുന്നത്. കൃത്യമായ പ്രചാരണം ആം ആദ്മി പാർട്ടി നടത്തിയിരുന്നു. അരവിന്ദ് കെജ്രിവാൾ തന്നെയായിരുന്നു ഈ പ്രചാരണങ്ങൾക്ക് മുന്നിൽ നിന്ന് നയിച്ചത്. തീഹാർ ജയിലിൽ നിന്ന് പുറത്തു വന്നതിന് പിന്നെ താൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചത്
തന്റെ ആത്മാർത്ഥത അല്ലെങ്കിൽ താൻ സത്യസന്ധരാണെന്ന് ജനങ്ങൾ തെളിയിക്കട്ടെ. അതൊരു തെരഞ്ഞെടുപ്പ് തന്ത്രം തന്നെയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തും സമാനമായ രീതിയിലുള്ള തന്ത്രം അരവിന്ദ് കെജ്രിവാൾ പയറ്റിയിരുന്നു. എന്തായാലും അരവിന്ദ് കെജ്രിവാൾ എന്ന ഒറ്റ മുഖം തന്നെയാണ് ആം ആദ്മി പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പരാജയം നേരിട്ടാൽ അത് തങ്ങൾക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടിയാകും. തങ്ങളുടെ ഒരു മടങ്ങി വരവിന് ഒരുപക്ഷേ വരും വർഷങ്ങളിലെ തെരഞ്ഞെടുപ്പിലും അത് തങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന ഒരു ആശയക്കുഴപ്പം ആം ആദ്മി പാർട്ടിക്കുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ആം ആദ്മി പാർട്ടി ഉയർത്തിയിരുന്നു. 15 കോടി രൂപ BJP തങ്ങളുടെ MLA-മാർക്ക് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച MLA-മാർക്ക് വാഗ്ദാനം ചെയ്തു എന്നൊരു ആരോപണമാണ് ആം ആദ്മി പാർട്ടി കഴിഞ്ഞ ദിവസം ഉയർത്തിയത്. അതുകൊണ്ട് തന്നെ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് വരുമ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്നു. നമുക്കറിയാം, മുൻപും ഓപ്പറേഷൻ താമര ആരോപണങ്ങൾ ആം ആദ്മി പാർട്ടി ഉയർത്തിയിരുന്നു. അത്തരം സംഭവങ്ങളെല്ലാം നടന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ വരുമ്പോൾ അത് ആർക്ക് അനുകൂലമാകുമെന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. 8:15 കൂടി തന്നെ ആദ്യ ഫലസൂചനകൾ വരുമ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഒട്ടും ആശങ്ക ഇല്ല എന്ന് തന്നെ ആം ആദ്മി പാർട്ടി വ്യക്തമാക്കുന്നു. എന്തായാലും പ്രവർത്തകരെ അഭിസംബോധന ചെയ്യാനുള്ള കുറ്റൻ സ്റ്റേജാണ് എനിക്ക് മുന്നിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അജിത്. ശരി.